നിങ്ങൾ ആരാ പോകണ്ടെന്ന് പറയാൻ? ട്രിപ്പ് ഞാൻ പോവും, അതെന്റെ ഇഷ്ടമാ. ഞാൻ തീരുമാനിച്ചോളാം. കൂടുതൽ ഗൃഹനാഥം കളിക്കല്ലേ, എനിക്കിഷ്ടമല്ലത്. വേണ്ട, നിർത്ത്. കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു, അത് കളഞ്ഞു പുളിപ്പിക്കരുത്. കളഞ്ഞു പുളിപ്പിക്കരുതെന്ന്. ചീത്ത വിളിക്കുന്നോണോ? അച്ഛനോ? ട്രിപ്പിന് പോകാൻ സമ്മതിക്കാത്ത ആരെങ്ങോട്ട് ട്രിപ്പിന് പോകാൻ സമ്മതിക്കാത്ത നീ അച്ഛനെ ചീത്ത വിളിച്ചില്ലേ ഫോണിൽ കൂടെ? എടാ അച്ഛനല്ല, ഇത് ചേട്ടനാ. ചേട്ടനായിരുന്നു. ചേട്ടൻ വരെ ചീത്ത വിളിക്കുന്നോളോ? ഓ എന്റെ പുതിയ ഫ്രണ്ട്. എടാ ഞങ്ങൾ രണ്ട് ടിൻസ് ആടാ. പ്രസവ സമയത്തെ 1 മിനിറ്റ് മുമ്പ് അവനെ വലിച്ച് താഴോട്ടിട്ട്, അതുകൊണ്ട് അവൻ ഇച്ചിരി മൂത്തതായി പോയതാ. സോറിടാ, പോട്ടടാ. അല്ലടാ, അവന് നിന്നെ ഇത്ര അധികാരത്തോട് നിന്നോട് സംസാരിക്കുന്നത്? ഒന്നും പറയണടാ, കഴിഞ്ഞ മാസം അവനെ അമ്മാവൻ്റെ വീട്ടിലൊന്ന് വെക്കേഷന് പോയായിരുന്നു. പോയിട്ട് വന്നതിന് ശേഷം ഫുള്ള് തന്ത വൈബ. ജംഗ്ഷന് വരെ ചേട്ടാ. ഹെൽമെറ്റ് ഇല്ലാന്നോടാ റോഡിൽ കൂടെ പോന്നെ. എടുക്കാൻ മറന്നു പോയതാ ചേട്ടാ. ഹെൽമെറ്റ് എടുത്തില്ലല്ലോ. എന്റെ ഹെൽമെറ്റ് വെച്ചോ. വേണ്ടായിരുന്നു. അയ്യോ, എനിക്ക് ഹെൽമെറ്റ് ഇല്ലല്ലോ. നടന്നു പോവാ. എടാ സ്റ്റാൻഡ് വെച്ചിട്ടാണോ ഇരിക്കുന്നേ? എടാ സ്റ്റാൻഡ് ഒടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ കൈയും കാലും ഓടിയതില്ലയോ? എന്ത് കാണിക്കുന്നേ നീ? എടാ നീ ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ അമ്മൂമ്മയാരും നോക്കും. അച്ഛനും അമ്മയും ഉണ്ടല്ലോടാ. ചേട്ടാ, അച്ഛനൊരു കല്യാണം ഉണ്ട്, അമ്മയ്ക്ക് ഒരു ബാല്യവച്ചുണ്ട്. അല്ല അപ്പൊ നീ കാണത്തില്ല? എടാ ഇടയ്ക്ക് ഞാൻ ബാത്റൂമിലെങ്ങാനും പോവാണെങ്കിൽ അവരെ ആരും നോക്കും. അതുകൊണ്ടാ പറഞ്ഞ പോവണ്ടാന്ന്, കേട്ടല്ലോ? എടാ പയ്യന്മാരായ കുടുംബസ്നേഹം വേണടാ, കുടുംബസ്നേഹം. അതെ, അപ്പൊ ട്രിപ്പ് മൂഞ്ചി. ഒരു മിനിറ്റ്, ഞാൻ ഫോണിൽ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? അയ്യോ ഇല്ല. ഇല്ലല്ലോ. ചെറിയൊരു പ്രശ്നമുണ്ടല്ലേ? ചെറുതല്ല, വേറെ ഉണ്ട്. സാർ പറയും. ചേട്ടാ ഈ 2 സെറ്റ് പൊറോട്ട. എനിക്ക് 3 എണ്ണം വേണം. വേണ്ട, വയറിന് കേടാ. കറി ചാറ് മതി. എനിക്ക് ബീഫ് വേണം. ഓക്കെ സാർ. പിന്നെ ചാറൊഴിക്കുമ്പോഴേ അറിയാതെ 2 പീസ് വീണാ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. സാർ ബില്ല്. അല്ല, ആകെ 2 പൊറോട്ടയ്ക്ക് ചാറും വാങ്ങിച്ചേനെ, ഇത്രയൊക്കെ നോക്കേണ്ട കാര്യമൊന്നും. ദാണ്ടെ GST ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. സാറേ അത് നമ്മുടെ ഷോപ്പിൽ നോർമല്ല സാർ. ദാണ്ടെ ഈ ചാറ് ഒന്ന് പാഴ്സലാക്കി തരാം. കുറച്ചും കൂടെ ഒഴിച്ചേക്കണേ, വീട്ടിൽ കൊണ്ടുപോകാനാ. പഴങ്ക് പിടിക്കാൻ. പിന്നെ എനിക്ക് വേറെ പണിയുണ്ടോ? വൈകിട്ടൊരു തണ്ണി പാർട്ടി ഉള്ളതാ. അച്ഛാ, ഞാൻ നമ്മുടെ വടക്കേലോട്ട് പോവാ. അവിടെ മരണമല്ലയോ, ഞാൻ ചെന്നാലേ ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് നടക്കത്തുള്ളൂ. പിന്നെ പുരുഷന്മാരുടെ അയൽക്കൂട്ടമുണ്ട്, അവിടെ നിന്ന് കയറണം. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാനാണ് അവിടുത്തെ പ്രസിഡന്റ്. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ കേട്ടോ. ശരി എന്നാ. ശരി അച്ഛാ. ഞാനില്ലേ അച്ഛൻ? വാട്സപ്പിനകത്ത് ഒരു എമർജൻസി മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ എന്താ നോക്കാഞ്ഞേ? സോറി. മധുരം ജീവാമൃത. താനെന്തിനാ നാട്ടിലുള്ള പെമ്പിളർക്ക് മെസ്സേജ് അയക്കുന്നേ? ഞാൻ എന്താ മെസ്സേജ്? എന്റെ കൂടെ പഠിച്ച രേവതിക്ക് മെസ്സേജ് അയച്ചല്ലോ. അവക്ക് അന്തസ്സായിട്ട് നടക്കാൻ അറിയത്തില്ല. എന്തോ അന്തസ്സോറോ? എടാ അവള് വയറ് കാണിച്ചോണ്ട് റീലൊക്കെ ഇടുന്നേ, അത് നമ്മുടെ കൾച്ചറിന് നല്ലതാണോ? ആണോ? അവള് ഫാഷൻ ഡിസൈനിങ് ഞാൻ പഠിക്കുന്നത്. അതുകൊണ്ട് അവക്ക് എന്താ ചുരിദാർ ഇട്ടാ? മിസ് ഇന്ത്യ കോമ്പറ്റീഷന് പോകുമ്പോളേ ഞാൻ പറഞ്ഞിട്ടോട്ട് പോവാൻ പറയാം കേട്ടോ. ഒരു കമന്റ് ഇടാം, വെള്ളം പാഴാക്കരുത്, മോശമാണ്. ന്യൂസ് വെക്കടാ. എടാ ന്യൂസ് വെക്കാന്. എടാ ചെറുപ്പക്കാരാമ്പിള്ളാരെ ന്യൂസ് കാണണ്ടേ? എന്നാ വെച്ച് കാണാൻ കൊണ്ടിരുന്നു. ഇതിനെന്തെങ്കിലും ഒരു പോംവഴി കാണണം, അതല്ലേ പറയാൻ വന്നത്? കാണണം. ഡോക്ടറെ, ഇതൊക്കെയാണ് പ്രശ്നം. നമുക്കൊരു ഹിപ്നോട്ടിസം ചെയ്താലോ? അല്ല, പല വീഡിയോയുടെ ക്ലൈമാക്സ് അതാ. വേറെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിപ്പിച്ചാലോ? നമ്മൾ 18+ കണ്ടന്റ് കുറച്ചേക്കുക, അതുകൊണ്ട് അതും വേണ്ട. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് നിർത്തിയേക്കാം. ഞാൻ എന്നാ പോട്ടെ. അയ്യോ പോണ്ട, വേറെ ഐഡിയ എന്റെ ഉണ്ട്. ഓഫേ പോയിട്ടെ നാമം ജപിക്കും. നാമം ഉരുവിട. വാ. എവിടെ പോകുന്നു? പുറത്തോട്ട് പോകുന്നു. 6 മണിക്ക് ശേഷം വെളിയിൽ പോകാൻ പാടില്ല. അതെന്താ? പോകാൻ പാടില്ല. പോകുന്ന വഴിക്ക് കാവുണ്ട്, കുളവുണ്ട്, യക്ഷിയുണ്ട്, മാടയുണ്ട്, മർദ്ദയുണ്ട്, പിടിച്ചു തിന്നും. നിന്റെ വാക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ പോകും. പൂട്ടിയ വീടിനുള്ളിൽ നിന്ന് നീ എങ്ങനെ പുറത്തു പോകുമെന്ന് എനിക്കൊന്ന് കാണണം. വരുന്നുണ്ട്.
കഴിക്കാൻ എന്തുണ്ട്? കഞ്ഞിയും മുളകുടച്ചു. വേറൊന്നും ഇല്ലയോ? ഇവിടെ ഇതൊക്കെ ഉള്ളൂ, വേണമെങ്കിൽ തിന്നെ. എനിക്കൊന്നും വേണ്ട. ആ സ്വിഗ്ഗിയില്ലേ ഫുഡ് ഓർഡർ ചെയ്ത് നോക്കി നോക്കിയായിരുന്നു 100 നീയാണ് കർമ്മമൊക്കെ ചെയ്യേണ്ടത്. 41 ദിവസത്തേക്ക് വ്രതമാണ്. അതുകൊണ്ട് അത് വൃത്തിയായിട്ട് ശുദ്ധിയായിട്ട് നോക്കണം. 41 ദിവസം അരിയാഹാരം, അതും ചോറിന്റെ കൂടെ ഉപ്പ് മാത്രം ഇട്ട്. രാവിലെ ഒന്ന് 4 മണിക്ക് എണ്ണിട്ട് ഈറൻ മാത്രം അണിഞ്ഞുകൊണ്ടേ നടക്കുവാൻ പാടുള്ളൂ. എനിക്കൊന്നും വയ്യ ഇതൊന്നും. കാർന്നവന്മാര് പറഞ്ഞ കേക്ക അനുസരിക്ക അല്ലേ? അതെ അതേ ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് എന്തുവായി? പേടിച്ചവനെ അമ്മാവനെ വീട്ടിലോട്ട് തിരിച്ചങ്ങ് പോയി. എന്തായാലും നന്നായി, ഇനിയിപ്പോ ഇങ്ങോട്ടൊന്നും വരുത്തൊന്നുമില്ല. പിന്നെ ഡോക്ടറെ, പിന്നെ ഞാൻ പുതിയൊരു ബാർബർ ഷോപ്പ് തുടങ്ങി. ഓ നൈസ് നൈസ് നൈസ്. നാളെ ഉദ്ഘാടനം. ഡോക്ടർ എന്തായാലും വരണം. ഞാൻ തീർച്ചയായിട്ടും വരാം. വെട്ടണം. വരും വരും. ഓ ശരി ഡോക്ടർ. ആ ശരി. ഹലോ ഉൾക്കാണ് കഴിഞ്ഞായിരുന്നു? കഴിഞ്ഞ് കേറട്ടെ. ഡോക്ടറെ എന്തുണ്ട്? ലഡു കഴിച്ചായിരുന്നു? അല്ലേ കഴിക്കണ്ട, ഷുഗർ വരും. ഡോക്ടറെ മുടി വെട്ടണോ? വാ, ഫ്രീയാ. ഫ്രീ. രാവിലെ വന്നപ്പോഴാ ഡോക്ടറെ ഞാനും കാണുന്നത്. അടുത്തത് അപ്പാപ്പനാ കേട്ടോ മോനെ. അപ്പാപ്പ ഇപ്പഴേ മടിയിലോട്ടിരിക്കും. സമാധാനമാവും. ഡോക്ടറെ, ഇതെന്റെ പുതിയ പാർട്ണർ സുഗു. സുഗു ഒരു ഹായ് കൊടുത്തേ. ഹായ്. ആ